കണ്ണൂർ യൂണിവേഴ്സിറ്റി BBA ട്രാവൽ ടൂറിസത്തിൽ 1ാം റാങ്ക് നേടിയ ഫിദ ഫാത്തിമയെ പെരിയ SN കോളേജിൽ വെച്ച് അനുമോദിച്ചു. ട്രസ്റ്റ് ചെയർമാൻ രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി BBA ട്രാവൽ ടൂറിസത്തിൽ 1ാം റാങ്ക് നേടിയ ഫിദ ഫാത്തിമയെ പെരിയ SN കോളേജിൽ വെച്ച് അനുമോദിച്ചു. കൂടാതെ കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ടോപ്പ് മാർക്ക് നേടിയ ആകാശ് ബാലകൃഷ്ണൻ, +2 മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കോളേജ് ട്രസ്റ്റ് അംഗത്തിന്റെ മകൾ ദേവനന്ദയെയും അനുമോദിച്ചു. ട്രസ്റ്റ് ചെയർമാൻ രാജൻ പെരിയ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ്, നമുക്ക് പലപ്പോഴും നമ്മുടെ അധ്യാപികന്മാർ അല്ലെങ്കിൽ അധ്യാപികമാർ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾക്കൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി തലത്തിൽ നമുക്കൊരു റാങ്ക് കിട്ടാൻ ഏറെ കാലം 10 വർഷക്കാലം 11 വർഷക്കാലം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് കൃത്യത പാലിച്ചുകൊണ്ട് വലിയൊരു മോശമില്ലാത്ത രീതിയിൽ ഒരു റാങ്ക് എടുത്തു എന്ന് തന്നെ നമ്മുടെ കോളേജിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമാണ്. ബാക്കിയുള്ള കുട്ടികളോട് പറയാനുള്ളത്, പുതിയ കാലഘട്ടത്തിൽ ഒരു ഡിഗ്രി എന്നത് മാത്രമല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും നാളെ ഒരു ജോലി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രിക്ക് എത്ര ശതമാനം മാർക്ക് എന്ന് എപ്പോൾ പരിശോധിക്കും. ആ പരിശോധിക്കുമ്പോൾ ഏറ്റവും പുറകോട്ടുള്ള ശതമാനമാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് ചെന്ന അവിടുത്തെ ആ സ്ഥാപനത്തിൻ്റെ ഉടമകൾ നെറ്റിച്ചൊലിക്കുന്നുണ്ടാവും. സ്വാഭാവികമായും നിങ്ങളെ ഇപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാരണം ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിക്കുന്നത് തന്നെ ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ടും അതുപോലെ തന്നെ +2 നിങ്ങളുടെ മാർക്കിൻ്റെ ശതമാനം കുറഞ്ഞത് കൊണ്ടുമാണ്. +2 സംഭവിച്ച പരാജയം ഡിഗ്രിക്ക് എത്തുമ്പോൾ അത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന ധാരണ നിങ്ങളുടെ മനസ്സിൽ വേണം. കോളേജ് വിദ്യാഭ്യാസ സമിതി ചെയർമാൻ KV ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ദാമോദര പണിക്കർ, ഡോക്ടർ ശശിധരൻ, KV ചോയമ്പു, ഐശ്വര്യകുമാരൻ, നാരായണൻ കൊളത്തൂർ, സതീശൻ കാസർഗോഡ്, ഗണേശൻ അരമങ്ങാനം, ഡോക്ടർ CK നാരായണ പണിക്കർ, HOD ജെറിക് ജോണി, ഇബ്രാഹിം, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അനുമോദനം ഏറ്റുവാങ്ങിയ കുട്ടികൾ മറുമൊഴി ഭാഷണം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ലത ES സ്വാഗതവും പങ്കജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.